ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഓഫർ ഓഹരി. നമ്മൾ നോക്കാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം ക്വാർട്ടർ റിസൾട്ട് അനൗൺസ് ചെയ്ത സ്റ്റോക്സുകളിൽ പോസിറ്റീവ് ന്യൂസും അതുപോലെ നെഗറ്റീവ് ന്യൂസുള്ള സ്റ്റോക്സുകളെ പറ്റിയാണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ പോസിറ്റീവ് ന്യൂസുള്ള സ്റ്റോക്സിൽ നിന്ന് തുടങ്ങാം. അപ്പോൾ ആദ്യത്തെ പോസിറ്റീവ് ന്യൂസ് വന്നിരിക്കുന്നത് അപ്പോളോ ടയർ ആണ്. അപ്പോൾ അപ്പോളോ ടയർ കഴിഞ്ഞ ദിവസം ക്വാർട്ടർ റിസൾട്ട് അനൗൺസ് ചെയ്തപ്പോൾ അവരുടെ കൺസോളിഡേറ്റഡ് പ്രോഫിറ്റിൽ 78% കൂടുതൽ വർധനവ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ സെയിൽസിൽ കാര്യമായ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. പക്ഷേ അവരുടെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള മാനേജ്മെൻറ്റും അതുപോലെ കോസ്റ്റ് കൺട്രോളും ആയിരുന്നു ഈ ഒരു പ്രോഫിറ്റ് ഗ്രോത്തിന് കാരണമായി എന്നാണ് പറയുന്നത്. പിന്നെ അടുത്ത സ്റ്റോക്സ് പറയുന്നത് ക്യുമിൻസ് ഇന്ത്യ ആണ്. അപ്പോൾ ക്യുമിൻസ് ഇന്ത്യ നമ്മുടെ സ്റ്റാൻഡ് അലോൺ പ്രോഫിറ്റിൽ 26% കൂടുതൽ ഗ്രോത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതിന് കാരണമായിട്ട് പറയുന്നത് അവരുടെ പവർ സൊല്യൂഷൻ ബിസിനസ്സിലുള്ള ഗ്രോത്താണ് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് ഇത്ര ഒരു സ്റ്റാൻഡ് അലോൺ പ്രോഫിറ്റിൽ 26% കൂടുതൽ വർധന വരാൻ കാരണം എന്ന് പറയുന്നത്. പിന്നെ മൂന്നാമത്തെ സ്റ്റോക്സ് എന്ന് പറയുന്നത് ലൂപ്പിനാണ്. അപ്പോൾ ലൂപ്പിൻ 4 ഇരട്ടിയാണ് പ്രോഫിറ്റിൽ ഒരു ഗ്രോത്ത് വന്നിരിക്കുന്നത് കൺസോളിഡേറ്റഡ് പ്രോഫിറ്റിൽ. അപ്പോൾ അതിന് കാരണമായിട്ട് പറയുന്നത് അവരുടെ ഫാർമസ്യൂട്ടിക്കൽ പ്രൊഡക്ട്സിൻ്റെ ഡിമാൻഡാണ്, അത് ഡൊമസ്റ്റിക് മാർക്കറ്റിലും ഇൻ്റർനാഷണൽ മാർക്കറ്റിലും. അപ്പോൾ ഈ ഒരു 3 സ്റ്റോക്സുകളാണ് കഴിഞ്ഞ ദിവസം റിസൾട്ട് അനൗൺസ് ചെയ്തതിൽ പോസിറ്റീവ് ന്യൂസായിട്ട് കാണുന്നത് ഏറ്റവും കൂടുതൽ. ഇനി നമുക്ക് നെഗറ്റീവ് ന്യൂസുള്ള സ്റ്റോക്സുകൾ നോക്കാം കഴിഞ്ഞ ദിവസം റിസൾട്ട് അനൗൺസ് ചെയ്തതിൽ. അപ്പോൾ നെഗറ്റീവ് ന്യൂസുള്ള ആദ്യത്തെ സ്റ്റോക്സ് എന്ന് പറയുന്നത് ടാറ്റ കൺസ്യൂമർ പ്രോഡക്ട്സ് ആണ്. അപ്പോൾ അവരുടെ കൺസോളിഡേറ്റഡ് പ്രോഫിറ്റിൽ 17% കൂടുതൽ ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതായത് അവരുടെ സെയിൽസ് പെർഫോമൻസ് ഒക്കെ നല്ലതായിരുന്നു, എന്നിരുന്നാലും അവരുടെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കോസ്റ്റാണ് നമുക്ക് ഇങ്ങനെയൊരു ഈ പ്രോഫിറ്റിൽ ഈ ഒരു കുറവ് വരുത്താൻ കാരണമായെന്നാണ് പറയുന്നത്. പിന്നെ രണ്ടാമത്തെ നെഗറ്റീവ് ന്യൂസുള്ള സ്റ്റോക്സ് എന്ന് പറയുന്നത് ജെ കെ പേപ്പറാണ്. അപ്പോൾ ജെ കെ പേപ്പറിൽ 29% കൂടുതൽ കൺസോളിഡേറ്റഡ് പ്രോഫിറ്റിൽ ഒരു കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതിനായിട്ട് കാരണമായിട്ട് പറയുന്നത് ഇപ്പോൾ ഓവറോൾ മാർക്കറ്റിലെ സെയിൽസിൻ്റെ ഇടിവും അതുപോലെ തന്നെ നമ്മുടെ വുഡിൻ്റെ കോസ്റ്റ് കൂടിയതുമാണ് ഈ ഒരു ജെ കെ പേപ്പറിൻ്റെ പ്രോഫിറ്റിൽ ഒരു ഇടിവ് വരുത്താൻ കാരണമായി എന്നാണ് പറയുന്നത്. ഇനി മൂന്നാമത്തെ നെഗറ്റീവ് ന്യൂസ് വന്നിരിക്കുന്നത് അശോക് ബിൽഡ്കോൺ ആണ്. അത് 20% കൂടുതൽ കൺസോളിഡേറ്റഡ് പ്രോഫിറ്റിൽ ഒരു ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് കഴിഞ്ഞ ക്വാർട്ടറിൽ. അപ്പോൾ അതിന് കാരണമായിട്ട് പറയുന്നത് ലോ ഓപ്പറേറ്റിംഗ് മാർജിൻ ആൻഡ് ഷാർപ്പ് ഇൻക്രീസ് ഇൻ ഇൻപുട്ട് കോസ്റ്റ്. അതായത് മാർജിൻ കുറവായിരുന്നു, ഓപ്പറേറ്റിംഗ് മാർജിൻ കുറവായിരുന്നു, അതുപോലെ തന്നെ എക്സ്പെൻസ് കൂടി മെറ്റീരിയൽസിൻ്റെ. അപ്പോൾ ഇതൊക്കെ കാരണം കൊണ്ടാണ് ആ ഒരു 20% പ്രോഫിറ്റിലൊരു ഇടിവ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ 6 സ്റ്റോക്സുകളാണ് നമ്മൾ മെയിനായിട്ട് ഇന്ന് വാച്ച് ചെയ്യാനുള്ളത്. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ ക്വാർട്ടർ റിസൾട്ട് ബേസ് ചെയ്തിട്ട് പോസിറ്റീവും അതുപോലെ നെഗറ്റീവ് ആയിട്ടുള്ള സ്റ്റോക്സുകളാണ്. അപ്പോൾ ഈ സ്റ്റോക്സുകൾ നിങ്ങളൊന്ന് വാച്ച് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് എനിക്ക് മെസ്സേജ് ചെയ്താൽ മതി. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒരുപാട് നല്ല സ്ട്രാറ്റജീസ് വീഡിയോസുമായി ഞാൻ വീണ്ടും വരാം. അതുവരെ നന്ദി, നമസ്കാരം.